ഇത് സാംസങ്ങിൻ്റെ ഒരു ഫോൾഡ് 3ഉം ഫോൾഡ് 4ഉം ആണ്. ഈ ഫോൾഡ് സീരീസിലും ഫ്ലിപ്പ് സീരീസിലും സ്ഥിരമായിട്ട് സ്ട്രിപ്പിൻ്റെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതായത് ഇതിങ്ങനെ തുറന്നടച്ച് കളിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ കൂടി ഒരു ഡിസ്പ്ലേ ഫ്ലെക്സ് പോകുന്നുണ്ട്, അത് ഡാമേജ് ആവും. പല ആളുകളും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ ഇന്നർ ഡിസ്പ്ലേ വരുന്നില്ല, അല്ലെങ്കിൽ ഔട്ടർ ഡിസ്പ്ലേ വരുന്നില്ല, ഇയർ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. ഈ കംപ്ലൈൻ്റ് ഒക്കെ കോമൺ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സ്ട്രിപ്പ് കൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഹരികൃഷ്ണൻ, സ്ഥലം വരുന്നത് കൊയിലാണ്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോൾഡ് 4 അല്ലായിരുന്നു സെറ്റ്, ഇത് ഫോൾഡ് 4 സെറ്റാണ്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടായത്? ഇതിന് മെയിൻ ചെയ്യുമ്പോഴുള്ള ഉള്ളിലുള്ള മെയിൻ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്തതായിരുന്നു കംപ്ലൈൻറ്റ്. ഓക്കെ, ഇപ്പോൾ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്തപ്പോൾ ശരിയായി. അപ്പോൾ സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ സാംസങ്ങിന്റെ സർവീസ് സെന്ററിന് മൊത്തം മാറ്റണം എന്നാണ് പറഞ്ഞത്, ഡിസ്പ്ലേ മൊത്തം. പക്ഷേ ഇവിടെ വന്നപ്പം ഇവർ സ്ട്രിപ്പ് മാത്രമായിട്ട് മാറ്റിയിട്ടാണ്. അതും വലിയ എമൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട്. അവരങ്ങനെ ചെയ്യും സർവീസ് സെന്ററിൽ കൊടുത്താൽ. പക്ഷേ നമുക്ക് ഇവിടുന്ന് സ്ട്രിപ്പ് മാത്രമായിട്ട് ഇവർ മാറ്റിത്തരും. അതും 2 മണിക്കൂർ കൊണ്ടാണ് എനിക്കത് ചേഞ്ച് ചെയ്ത് തന്നത്. വളരെ താങ്ക് യു, നല്ല ഒരു റിവ്യൂ തന്നതിന്. ഞാൻ അങ്ങോട്ടാണ് താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇത് കമ്പനിയിലാണെങ്കിൽ ഇതിൻ്റെ മൊത്തം യൂണിറ്റ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ സ്ട്രിപ്പ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ട്രിപ്പ് എന്ന് പറയുന്നത്, കുറച്ച് സ്ട്രിപ്പ് തരുമോ? ഇതൊക്കെയാണ് ഈ ഇതിൽ വരുന്ന സ്ട്രിപ്പ്. അതായത് ഫോൾഡ് 3ലും ഫോൾഡ് 4ലൊക്കെ വരുന്ന ടൈപ്പ് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പാണിത്. ഇതിൻ്റെ ഒറിജിനൽ സ്ട്രിപ്പ് തന്നെ നമ്മുടെ അടുത്ത് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 2 മണിക്കൂർ മതി ഈ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്യാൻ. അതുപോലെ കൊറിയർ അയക്കുകയാണെങ്കിലും നമ്മൾ കഴിയുന്നത്ര സ്പീഡായിട്ട് ചെയ്തു തരും. ഓക്കെ, താങ്ക് യു. ഓക്കെ.